നമുക്ക് നല്ലൊരു സായാഹ്നത്തിൽ നല്ലൊരു യാത്ര പോകാം. നമ്മൾ യാത്ര പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ ആട്ടീരി എന്ന ഒരു സ്ഥലത്തേക്കാണ് CV അനുമോദ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ, വൈകുന്നേരം നാട്ടിൻപുറത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഉൾക്കൊണ്ട് നമുക്കിങ്ങനെ ഇരിക്കാം വഴിയോരത്ത്. അവിടെ നിന്ന് നല്ല സ്നാക്സ് കിട്ടുന്ന കടകളുണ്ട്. അവിടെയൊക്കെ പോയി ചായയും കടിയുമൊക്കെ കഴിച്ച് അവിടുത്തെ മലപ്പുറത്തെ ആട്ടീരിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു വൈകുന്നേരം ചെലവഴിക്കാം. അങ്ങനെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മലപ്പുറത്തേക്ക് വണ്ടി വിട്ടോളൂ CV അനുമോദിനൊപ്പം. പാടത്തിൻ്റെ നടുക്ക് കാറ്റുകൊണ്ട് സായം സന്ധ്യ ആസ്വദിച്ച് ചായ കുടിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ മലപ്പുറത്തുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആട്ടീരിയാണ്. ഇത് കോട്ടക്കലിനും ഒതുക്കലിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാണാം, ഒരു റോഡിൻ്റെ ഇരുവശത്തും മനോഹരമായ പച്ച വിരിച്ച് കിടക്കുന്ന പാടങ്ങൾ കാണാം. അതിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ, ദേശാടന പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികൾ. ഇതിൻ്റെ തൊട്ടുപുറത്ത് കുറേ കൃഷിയിടങ്ങൾ കാണാം. ഇവിടെ കപ്പയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹരമായ, നമ്മളിവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കും. സമയം പോകുന്നത് അറിയില്ല. നല്ല തണുത്ത കാറ്റ്, ഒപ്പം നല്ല ചൂടുള്ള ചായയും കടിയും ഒക്കെ വിൽക്കുന്ന കടകളും. അങ്ങനെ വൈകുന്നേരം ചിലവഴിക്കാൻ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ആട്ടീരി. നമുക്കപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചേരുന്നുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. സുബീർക്ക, എന്താണ്? നല്ല മനോഹരമായ കാലാവസ്ഥയാണല്ലോ. എന്താണ് ഇവിടെ ഒരു ചെറിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. കോട്ടക്കലിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണിത്. ആര്യവേശാല ഉൾപ്പെടെയുള്ള ആയുർവേദ ചികിത്സക്കടക്കം വരുന്ന ധാരാളം വിദേശികളടക്കം വൈകുന്നേരങ്ങളിൽ സഹായം ചെലവഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രദേശത്തേക്ക് വരാറുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ഏറ്റവും ഭംഗിയായി കണ്ടത് ഈ ആട്ടീരി തോടാണല്ലേ? തോടിനോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തിയിട്ട് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നഗരസഞ്ചയയിൽ ഉൾപ്പെടുത്തിയിട്ട് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ പുരോഗമിച്ചിരുന്നു. കോട്ടക്കൽ നഗരസഭയുടെയും അതുപോലെ തന്നെ ഒതുക്കൽ പഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണത്തോട് കൂടിയിട്ട് നടപ്പിലാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ഏകദേശം എത്തിയതായിരുന്നു. പക്ഷെ ആ പദ്ധതി ഇതുവരെയായിട്ട് എവിടെയും ആയിട്ടില്ല. പക്ഷെ അത് വരികയാണെങ്കിൽ, അതെ, ഒന്നും കൂടി ഒരു ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന് കുറേ കൂടി അത് അനുയോജ്യമായ പദ്ധതിയായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ സ്ഥിരം വന്നിരിക്കാറുണ്ടോ? വൈകുന്നേരം സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ എല്ലാ സുബീർക്ക് പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ചകളിൽ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്, ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 4 കോടികൾ ഇതിന് അനുവദിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ റോഡ് ഒന്ന് പുനരുദ്ധാരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതായി വന്നിട്ടുള്ളത്. ആളുകളിപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അല്ലേ? കാറ്റുകൊണ്ട് ചായ കുടിച്ച് അടിപൊളി സൂപ്പർ സ്ഥലമാണ്. നല്ല വൈബാണ്. നിങ്ങൾ ഇവിടുത്തേരാണോ സ്ഥിരം വരുന്നവരാണോ? സ്ഥിരം വരുന്നതാണ്. മക്കളെ കൊണ്ടുവരും. കൊണ്ടൊക്കെ വരും. എന്താണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട? നല്ല അടിപൊളിയല്ലേ, നല്ല ജനങ്ങളുണ്ടാവും, നല്ല ക്ലൈമറ്റാണ്, നല്ല വൈബാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച്, നല്ല സ്ട്രോങ് ചായ കുടിച്ച് ഒക്കെ ലൈവാണ്. ചായക്കടയിൽ കൂടെ ഒന്ന് പോയി നോക്കാം. എന്താണെങ്കിലും ഇവിടെ പലതരത്തിലുള്ള പലഹാരങ്ങൾ അങ്ങനെ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ചില്ലുകൂട്ടിലിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പലഹാരങ്ങളുള്ളത്? പലഹാരങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ട്. ബ്രെഡ് പോക്കറ്റ്, സാൻഡ്വിച്ച്, ചിക്കൻ പക്കോട, മോമോസ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ ഉണ്ടാവുക? മോമോസ് നല്ല നോക്കുന്നുണ്ട്. പിന്നെ സമൂസ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുണ്ട്. സമൂസ, കട്ട്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്.
വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അല്ലേ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം തന്നെ അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി തുടങ്ങും. കഴിക്കുന്നവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്കിന്റെ ഒരു സമയമായിരിക്കും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? വൈകുന്നേരം നമ്മളൊരു 9 മണി വരെയൊക്കെ. ഒരു ഫാമിലി ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. എന്താണൊക്കെയാ സ്ഥിരം വരാറുണ്ടോ ഈ വഴിയൊക്കെ? സ്ഥിരം വരാറില്ല, ഞാൻ വേറെ വളവന്നൂർ പഞ്ചായത്ത് പെട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. സ്ഥലത്തെ പറ്റി കേട്ടിരുന്നോ മുമ്പ്? മുന്നേ കേട്ടിരുന്നു. നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ? കണ്ടിട്ട് നല്ല ഉഷാറാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവർക്കും വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. നല്ലൊരു വൈബാണ്. എന്താണ് എങ്ങനെ ചായ ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ പിന്നെ പിന്നെ ഓർഡർ നമ്മളെ പാടൊക്കെ കണ്ടിട്ട് ഉഷാറായിട്ട് നല്ല വൈബാണ്. ചായ കുടിച്ചോണ്ടിരിക്കും. പൊക്കോട, ചിക്കൻ പൊക്കോടയാണ് സ്പെഷ്യലാണ്. സ്ഥിരം വരുന്നതാണ് ഇവിടെ? ഇല്ല, ഇവിടെ രണ്ടാമതായിട്ടാണ് വരുന്നത്. ഈ ഒരു ആട്ടിരിയുടെ ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ആ തോട്ടിന്റെ കരയിലെ കാഴ്ച കൂടി കാണാം. ഇതാണ് നമ്മളെ ആട്ടീരി തോട്. നമുക്കിവിടെ കാണാം ചെറിയ ഒരു ബണ്ടുണ്ട്, ചെറിയൊരു കെട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇവിടെ ഇത് വെള്ളം കുറവാണല്ലേ? വെള്ളം കുറവാണ്. കടൽ വേണ്ടി പോയി പറപ്പൂർ പോയി കുളിക്കാറൊക്കെ ഇറങ്ങാറുണ്ട്. പിന്നെ ഇപ്പൊ വെള്ളം മായ കുറവായതുകൊണ്ട് ഭയങ്കര ശക്തിയിലേക്കാരും വെള്ളം പോകുക ബോസായിട്ട്. അത്രമാത്രം സുന്ദരമായ ഒരു ഇടമാണ് ഈ ആട്ടീരിയിലെ ഈ ഒരു മേഖല. അപ്പോൾ ഇവിടേക്ക് എത്തുന്നവർ മലപ്പുറം കോട്ടക്കലിനും ഒതുക്കുങ്ങലിനിടയിലാണ്. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും ആട്ടീരി എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് എത്താൻ കഴിയും. വരിക, കാണുക, ആസ്വദിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തും എന്ന് മാത്രം ഉറപ്പിച്ചു പറയാം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.